യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 43-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രയേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ 366 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വചനമേ ഉള്ളൂ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഒരു വർഷത്തിലാകെ 365 ദിവസങ്ങൾ. 365 ദിവസങ്ങൾ ഓർമ്മിക്കുവാനായി 366 പ്രാവശ്യം ആവർത്തിക്കുന്ന വചനമാണ് നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആദ്യമായിട്ട് ഈ വചനം നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിലാണ്. അവിടെ ജനതാവായ മോശ, ആ മോശയോട് ദൈവം പറയുകയാണ്, മോശേ, നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. അവസാനമായിട്ട് ഈ വചനം നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിലാണ്. ഭയപ്പെടേണ്ട, ലോകാവസാനം വരെ, കാലങ്ങളുടെ അന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവം കൂടപ്പിറപ്പിനെ പോലെ മനുഷ്യൻ്റെ കൂടെ നടക്കുന്നതാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ നമ്മൾ കാണുന്ന രംഗങ്ങൾ. ദാനിയേൽ പ്രവചനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 3 ചെറുപ്പക്കാർ തീച്ചൂളയിൽ നിർദ്ദയം എറിയപ്പെട്ടു. അവർ തീച്ചൂളയിൽ കിടന്ന് ദൈവമായ കർത്താവിനെ സ്തുതിച്ചപ്പോൾ ദൈവം അവരുടെ കൂടെ നടക്കുകയാണ്. ചക്രവർത്തി വന്ന് തീച്ചൂളയിൽ നോക്കുമ്പം കാണുന്നത് 4 പേരെയാണ്. അപ്പം അദ്ദേഹം ഒരു പ്രാന്തനെ പോലെ പറയുന്നുണ്ട്, ഞാൻ എറിഞ്ഞത് 3 പേരെയാണല്ലോ, പക്ഷെ ഇപ്പം ഞാൻ കാണുന്നത് 4 പേരെയാണല്ലോ. ഒരു അപരനായി കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നു. എൻ്റെ ഊട്ടുമേശയിൽ അദൃശ്യനായ അതിഥിയായി, എൻ്റെ സംഭാഷണങ്ങളിൽ അദൃശ്യനായ ശ്രോതാവായി, എൻ്റെ യാത്രയിൽ അദൃശ്യനായ സഹയാത്രക്കാരനായി അവൻ എൻ്റെ കൂടെ നടക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സിംഹക്കുഴിയിൽ സിംഹങ്ങളുടെ വായ് പൂട്ടിക്കൊണ്ട് ദാന്യേലിനെ രക്ഷിക്കുവാൻ കൂടെ നടന്നവൻ. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ മേഘസ്തംഭമായി ദീപസ്തംഭമായി കൂടെ നടന്നവൻ. വാഗ്ദാന പേടകത്തിൽ സമാഗമ കൂടാരത്തിൽ ഇസ്രയേൽ മക്കൾക്കൊപ്പം കൂടെ നടന്നവൻ. എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ നിരാശയോടെ പോയപ്പോൾ അവരുടെ കൂടെ നടന്നവൻ. യോഹന്നാൻ 21-ൽ തിബേരിയോസിൻ്റെ തീരത്ത് അപ്പവും മീനുമൊരുക്കി കാത്തുനിന്നവൻ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി അവിടെ ആയി കഴിയുമ്പോൾ നിങ്ങളും ആയിരിക്കേണ്ടതിന് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഉറപ്പ് തരുന്നവൻ. അവൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ മോശ ദൈവത്തോട് ചോദിച്ചു, നിൻ്റെ പേരെന്താ? അപ്പോൾ ദൈവം തൻ്റെ സ്വഭാവങ്ങൾ മോശയ്ക്ക് വ്യക്തമാക്കി കൊടുത്തു. മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ട്, അവൻ്റെ പ്രാർത്ഥന കേട്ട്, അവൻ്റെ മനോഗതങ്ങൾ അറിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നവനാണ് ഞാൻ. ഇതാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ വഴി. ദൈവത്തിൻ്റെ 4 സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ 4 പ്രത്യേകതകളാണ് ഇവിടെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. 1, ദൈവം കാണുന്നവനാണ്. 2, ദൈവം കേൾക്കുന്നവനാണ്. 3, ദൈവം അറിയുന്നവനാണ്. 4, ദൈവം ഇറങ്ങി വരുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് കാണുന്നു. ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വേദനകളും ഉണ്ടോ അത് ദൈവം കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അലയുമ്പോൾ ആ അലച്ചിൽ ദൈവം കണ്ടവനാണ്. ആ കാണുന്ന ദൈവം എൻ്റെ ജീവിതത്തിലുണ്ട് എന്നൊരു ചിന്ത നമുക്കിപ്പോഴും ധൈര്യം പകരും. എൻ്റെ ജീവിതത്തിലെ സകലതും, എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആവലാതികളും എല്ലാം അവിടുന്ന് കാണുന്നു. 2, ദൈവം കേൾക്കുന്നവനാണ്. ഹാഗാറിൻ്റെ നിലവിളി മരുഭൂമിയിൽ നിന്ന് അവൻ കേട്ടു. നിനിവേ നഗരത്തിൻ്റെ നിലവിളി അവൻ കേട്ടു.
യോനാ പ്രവാചകൻ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചത് അവിടുന്ന് കേട്ടു. അപ്പം എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് അവിടുന്ന്. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്തു പ്രാർത്ഥിച്ചാലും അവിടുന്ന് കേൾക്കുന്നുണ്ട്. അവിടുന്ന് കാണുന്നു, അവിടുന്ന് കേൾക്കുന്നു. വീണ്ടും അവിടുന്ന് അറിയുന്നവനാണ്. 139 സങ്കീർത്തനത്തിൽ പ്രകാരമാണ് പറയുക, കർത്താവെ, ഞാൻ പക്ഷിയെ പോലെ പറന്നു പർവ്വതങ്ങളെ മുകളിൽ ചെന്നാൽ നീ അവിടെയുണ്ട്. മത്സ്യത്തെ പോലെ ഊളിയിട്ട് ആഴിയുടെ അഗാധങ്ങളിൽ ചെന്നാൽ നീ അവിടെയുണ്ട്. എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീഴുന്നതിന് മുമ്പേ നീ അറിയുന്നു. ഞാൻ ഉണരുന്നതും ഞാൻ ഉറങ്ങുന്നതും നിൻ്റെ വിശുദ്ധ കരങ്ങളിലാണ്. എല്ലാം അറിയുന്നവനായ ദൈവം എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ പോലും അറിയുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ സൂക്ഷിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് അറിയുന്നവനാണ്. അതുകൊണ്ടാണ് പറയുക, മുറിക്കുള്ളിൽ നിങ്ങൾ ചെയ്യുന്നത് മാളിക മുകളിൽ വിളിച്ചു പറയപ്പെടുന്ന കാലം വരുന്നു എന്ന്. അപ്പോൾ അവൻ അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. വീണ്ടും അവൻ ഇറങ്ങി വരുന്നവനാണ്. ഫറവോൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ മക്കൾ ഞെരുങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വിമോചകനായി ഇറങ്ങി വന്നു. ബെസെന്ന് പൊരിഞ്ഞപ്പോൾ കാടപ്പക്ഷിയായി പറന്നു വന്നു. അല്പം മാംസത്തിനു വേണ്ടി കൊതിച്ചപ്പോൾ കാടപ്പക്ഷിയായി, വല്ലാതെ വിശന്നപ്പോൾ കാട്ടുമന്നയായി, ദാഹിച്ചപ്പോൾ വെള്ളമായി. ഇസ്രായേൽ മക്കൾക്കിടയിൽ ഒഴുകിയിറങ്ങി വരുന്നവൻ, തൂമഞ്ഞു പോലുള്ള മഞ്ഞ ചിതറിക്കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നവൻ. അപ്പോൾ ആ ദൈവം എന്നോട് പറയുന്നു, മോനെ, മോളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ലോകാവസാനം വരെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ഉറപ്പുമായിട്ടാണ് ദൈവം നമ്മളോട് ഇടപെടുക. ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വലിയ ഉറപ്പ്. 27 സങ്കീർത്തനം 10 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അപ്പം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശം നമ്മളെ പഠിപ്പിക്കുവാൻ ദൈവം പല പല അടയാളങ്ങൾ നമ്മുടെ ചുറ്റും വെച്ചിട്ടുണ്ട്. എത്രയോ അടയാളങ്ങൾ. വെറുതെ ഓർത്ത് നോക്കുക. എന്നും ഭക്ഷണം കൊടുക്കുന്ന ആളെ കണ്ടാൽ തത്ത, മാടത്ത, മൈന കൊച്ചു വർത്താനം പറയാൻ തുടങ്ങും സ്നേഹത്തോടെ. തീറ്റ കൊടുക്കുന്ന ആളെ കാണുമ്പം പശു, എരുമ, ആട് ഒക്കെ പ്രത്യേക സ്വരത്തിൽ കാറാനായിട്ട് തുടങ്ങും. താറാവും കോഴിയും ഇരുത്തി കൊക്കാനായിട്ട് തുടങ്ങും. എന്നും മീനും കൊണ്ട് വരുന്ന മീൻകാരനെ കാണുമ്പോൾ വീട്ടിലെ പൂച്ചയുടെ വികാരപ്രകടനം കണ്ടിട്ടില്ലേ? താടിയിട്ട് തടവി, മീശയിട്ട് ഉരുമി, ടയറേ തിരുമി, കാലയിൽ മിനുങ്ങി, എന്തൊരു സ്നേഹമാ പൂച്ച മീൻകാരനോട് കാണിക്കുക. തീറ്റ കൊടുക്കുന്ന ആൾ ഏത് ചവിട്ടിയാലും വീട്ടിലെ പട്ടിക്ക് ഒരു പ്രതിഷേധവുമില്ല. ചമ്മിയ ചിരിയുമായി സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് വട്ടം ചുറ്റി കറങ്ങിയെത്തും തൊഴിച്ചയാളുടെ മുമ്പിലേക്ക്. ഒരു പട്ടിയുടെ സ്നേഹം. ലോകത്തിൽ മുഴുവൻ സ്നേഹത്തിൻ്റെ മുദ്രകളാണ് നമ്മൾ കാണുക. ജീവജാലങ്ങൾ ഇത്രയും വലിയ സ്നേഹം കാണിക്കുമെങ്കിൽ ഭർത്താവിയുടെ മകുടമായ മനുഷ്യന് വരുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുന്ന ഭർത്താവ്, ഭർത്താവിന് വേണ്ടി മരിക്കുന്ന ഭാര്യ, മക്കൾക്ക് വേണ്ടി മരിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി മരിക്കുന്ന മക്കൾ, ഇതെല്ലാം നമ്മൾ കാണുന്നു. സ്നേഹത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന ആത്മമിത്രങ്ങൾ. അപ്പോൾ സ്നേഹത്തിൻ്റെ 100 ഗ്രേഡുകൾ ഈ ഭൂമിയിൽ ദൈവം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എത്തേണ്ട ഒരു സ്നേഹമുണ്ട്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ലോകത്ത് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴം പഠിപ്പിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. ജനം ചോദിച്ചു, ഒരു ദൈവത്തെക്കുറിച്ച് നീ പറയുന്നു, ആരെപ്പോലെയാ ആ ദൈവം ഇരിക്കുക? അപ്പോൾ യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ 15 അധ്യായത്തിൽ 3 ഉപമകളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ആഴം പഠിപ്പിക്കുകയാണ്. 1, കാണാതെ പോയ നാണയം. 2, കാണാതെ പോയ ആട്. 3, കാണാതെ പോയ മോൻ. 3 ഉപമകളിലൂടെ കർത്താവായ യേശു ദൈവസ്നേഹത്തിൻ്റെ ആഴം പഠിപ്പിക്കുകയാണ്. കാണാതെ പോയ നാണയം. നിങ്ങളിൽ ഒരു സ്ത്രീക്ക് 10 നാണയങ്ങൾ ഉണ്ടായിരിക്കെ അതിൽ 1 കാണാതെ പോകുമ്പോൾ പ്രയാസപ്പെടാത്തവളുണ്ടോ? കണ്ടു കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരെയും വിളിച്ച് അവൾ സൽക്കാരം നടത്തുകയില്ലേ? യേശു ചോദിക്കുന്നു. ഈ നാണയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട്. നമുക്കറിയാവുന്ന നാണയം 50 പൈസ, 1 രൂപ, 2 രൂപ, 5 രൂപ തൊട്ട്. നമ്മുടെ ആരുടെയും 2 രൂപ തൊട്ട് കാണാതെ പോയിട്ട് കിട്ടുമ്പോൾ നാട്ടുകാരെ വിളിച്ച് നമ്മൾ ടീ പാർട്ടി നടത്തുമോ? ഒരിക്കലുമില്ല. എന്താണ് വേദപുസ്തകത്തിലെ നാണയം? ഓരോ മതത്തിൽ ഓരോ രീതിയിലാണ് കഴുത്തേലെ കെട്ടുതാലി. ക്രൈസ്തവ സഹോദരിമാരുടെ കഴുത്തേലെ താലിയുടെ പേര് മിന്ന്. പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് തീ ജ്വാലയുടെ ഷേപ്പിലുള്ള മിന്ന്.
ഹൈന്ദവ സഹോദരിമാരുടെ കഴുത്തേലെ താലി ആലിലത്താലി. കൃഷ്ണൻ്റെ മരമാണ് ആല്. ആൽമരത്തിൻ്റെ ഇലയുടെ ഷേപ്പിൽ വീതി കൂടി പരന്ന താലി, അത് ഹൈന്ദവ താലി. പാലസ്തീനായിലെ യഹൂദ സ്ത്രീയുടെ കഴുത്തേലെ താലി നാണയത്തുട്ട്. ഇന്ന് നമ്മൾ എന്നാ കാണും? വട്ടക്കാശ് രൂപം പോലെ, നാണയത്തുട്ട് പോലെ ചളുക്കി പരത്തി പതുക്കി ഇങ്ങനെ താലി വെച്ചിരിക്കുക. കാശ് കുറവാണോ? ഒരു താലി. കൂടുതലുണ്ടോ? 2 താലി. ഒത്തിരി ഉണ്ടോ? 5 താലി. ഒരുപാടുണ്ടോ? 10 താലി. എന്ന് പറഞ്ഞാൽ 10 അവന്മാർ കൂടി ഒരുത്തിയെ കെട്ടിയെന്നല്ല, പിന്നെയോ ഒത്തിരിയും കാശുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കെട്ടിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രയാസം കെട്ടുതാലി പോകുമ്പോഴാണ്. ഏറ്റവും വലിയ സന്തോഷം പോയ താലി കിട്ടുമ്പോഴാണ്. ചില പെണ്ണുങ്ങൾ നേരെ തിരിച്ചാ, താലി പോകുമ്പോഴാണ് സന്തോഷം. ഒന്നുകൂടെ കെട്ടിക്കാൻ പറ്റിയ പരുവത്തിൽ നടക്കാം, ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ. ഇപ്പോൾ കെട്ടുതാലി നഷ്ടപ്പെടുമ്പോൾ ഒരു സ്ത്രീ സങ്കടപ്പെടുന്നത് പോലെ ഒരു മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ ദൈവം സങ്കടപ്പെടുന്നു. കെട്ടുതാലി തിരിച്ചു കിട്ടുമ്പോൾ ഒരു സ്ത്രീ സന്തോഷിക്കുന്നത് പോലെ പോയ പാപിയായ മനുഷ്യനെ തിരിച്ചു കിട്ടുമ്പം ദൈവം സന്തോഷിക്കുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലായി കർത്താവ് പറഞ്ഞതിൻ്റെ പൊരുൾ. വീണ്ടും പറഞ്ഞു, നിങ്ങളിൽ ഒരു ഇടയന് 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്നിനെ കാണാതെ പോകുമ്പോൾ വേദനിക്കാത്തവനുണ്ടോ? അതിനെ കണ്ടു കിട്ടുമ്പം സന്തോഷിക്കാത്തവനുണ്ടോ? ഇടയന്മാർക്ക് മനസ്സിലായി. ചെന്നായ് ആടിൻ്റെ മേൽ ചാടി വീഴുമ്പോൾ ആ ചെന്നായെ നേരിട്ടിട്ട് ആടിനെ രക്ഷിക്കുന്ന ഇടയന്മാരുടെ സമൂഹത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ ക്രിസ്തു പറയുകയാണ്, ഇടയൻ ഒരാടിനെ നഷ്ടപ്പെടുമ്പോൾ വേദനിക്കുകയില്ലേ, കിട്ടുമ്പം സന്തോഷിക്കുകയില്ലേ? ഇടയന്മാർക്കും മനസ്സിലായി ദൈവസ്നേഹത്തിൻ്റെ ഭാഷ. വീണ്ടും പറഞ്ഞു, നിങ്ങളിൽ ഒരപ്പന് 2 മക്കളുണ്ടായിരിക്കെ ഒരുവൻ ഒളിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കാത്ത പിതാവുണ്ടോ? കാരണം പണ്ട് ഒരുപാട് കുട്ടികൾ ആ നാളുകളിൽ ഒളിച്ചു പോകുമായിരുന്നു. പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ അപ്പൻ്റെ സന്തോഷം ഇതുപോലെ ഒരു പാപിയുടെ മാനസാന്തരത്തിൽ ദൈവം സന്തോഷിക്കുന്നു. അപ്പന്മാർക്ക് പിടികിട്ടി. എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം യേശു പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, അച്ഛാ ആരെപ്പോലെയാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത്? ഉടനെ ഞാൻ പറയുക, നിൻ്റെ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്ന അപ്പൻ ഉള്ളവരോട് പറഞ്ഞാലല്ലേ പിടി കിട്ടൂ. രാവിലെ 7 മണിക്ക് 2 കാലേ പോയ അപ്പൻ രാത്രി 8 മണിക്ക് 4 കാലേ വരുന്നു, പാത്രം ഉടയ്ക്കുന്നു, വീട്ടിലാകപ്പാടെ കലകം ബഹളം. അങ്ങനെയുള്ള വീട്ടിലെ കുട്ടിയോട് പറയുക, നിൻ്റെ അപ്പൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും മറുപടി? ഭൂമിയിലെ അപ്പൻ ഈ ടൈപ്പ് ആണെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ ഏത് ടൈപ്പായിരിക്കും? ആ കക്ഷിയുടെ സ്നേഹം വേണ്ടേ വേണ്ട. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് പറയുക, അപ്പനും അമ്മയും നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ സ്നേഹത്തിലും വഞ്ചനയുടെ ലാഞ്ചനയുണ്ട്, ചെറിയ ഒരു കബളിപ്പിക്കലുണ്ട്. അതുകൊണ്ട് ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോഴും മാനുഷികമായ രീതിയിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പറുദീസായിലെ ആദ്യ പ്രലോഭകൻ ദൈവസ്നേഹത്തിൻ്റെ മേൽ ഒരു പുതപ്പ് വിരിച്ചു. അതിനുശേഷം വ്യക്തമായിട്ടത് കാണാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകളിൽ അന്ധതയായി. ദൈവസ്നേഹം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ മനുഷ്യന് പറ്റിയേല. കാരണം സാത്താൻ്റെ പ്രലോഭനം, സാത്താൻ്റെ തിന്മയ്ക്ക് ശേഷം. ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ സ്നേഹത്തിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന, ചെറിയൊരു കബളിപ്പിക്കൽ. ഒരു കുടുംബത്തിൽ 50 വയസ്സുള്ള കുടുംബനാഥൻ മരിക്കാൻ കിടക്കുന്നു. 48 വയസ്സുള്ള ഭാര്യ അടുത്തിരുന്ന് കരയുന്നു. 25ഉം 22ഉം വയസ്സുള്ള മക്കൾ ഏങ്ങിക്കരയുന്നു. 50കാരൻ്റെ 80 വയസ്സുള്ള അപ്പൻ പൊട്ടിക്കരയുന്നു. 78കാരി അമ്മ ഉള്ളുരുകി കരയുന്നു. കൂട്ടക്കരച്ചിൽ. ഇത്രയും പേരുടെ കരച്ചിൽ കണ്ടപ്പം ഈ മനുഷ്യൻ മരിക്കാതെ കിടന്ന് ഉരുളാൻ തുടങ്ങി. പല പ്രാവശ്യമായിട്ട് മരിക്കാതെ ഉരുണ്ടപ്പോൾ ദൈവം താടിമീശ നീട്ടി വളർത്തിയ ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ കിടന്ന് കരയുന്നത്? മരണത്തെ ഭയമാണോ, മരണാനന്തര വിധിയെ പേടിയാണോ? അവൻ പറഞ്ഞു, ഗുരു മരണത്തെ ഭയപ്പെട്ടിട്ടോ മരണാനന്തര വിധിയെ പേടിച്ചിട്ടോ അല്ല. ഞാൻ മരിച്ചാൽ ഈ വീട്ടിൽ ഒരു കൂട്ടമരണം ഉറപ്പ്. അപ്പൻ നെഞ്ച് പൊട്ടി മരിക്കും, അമ്മ ഹൃദയം തകർന്നു മരിക്കും, ഭാര്യ പെട്ടിയുടെ പുറത്ത് കിടന്നു മരിക്കും, മക്കൾ കുഴിയിൽ ഇറങ്ങി മരിക്കും. ഈ മരണം ഒഴിവാക്കാനാണ് ഞാൻ കിടന്ന് ഉരുളുന്നത്. ഗുരു പറഞ്ഞ് മരിച്ചു നോക്കപ്പോൾ കാണാം സ്നേഹത്തിൻ്റെ ആഴം. പിറ്റേ ദിവസം രാവിലെ 9:30 ആയപ്പോൾ ഇയാൾ സ്വസ്ഥമായിട്ട് മരിച്ചു. ഭാര്യ നെഞ്ചത്തടിച്ചു, മക്കൾ അലമുറയിട്ടു, അപ്പൻ ബോധം കെട്ടു, അമ്മയും വല്ലാതെ കരയാൻ തുടങ്ങി. ഗുരു പ്രത്യക്ഷപ്പെട്ടു. ഗുരു ചോദിച്ചു, നിങ്ങളെല്ലാവരും എന്ത് ഇങ്ങനെ കിടന്ന് കരയുന്നത്? അവർ പറഞ്ഞു, എങ്ങനെ കരയാതിരിക്കും? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്ക് അണഞ്ഞുപോയി, പ്രിയപ്പെട്ടവൻ പിരിഞ്ഞുപോയി, എല്ലാമായവൻ പൊലിഞ്ഞുപോയി, ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? ഗുരു പറഞ്ഞ് കരയേണ്ട, പ്രത്യേക സിദ്ധിയുള്ള ഗുരുവാണ് ഞാൻ. മരിച്ചുപോയ നിങ്ങളുടെ കുടുംബനാഥനെ ഞാൻ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഒരു വ്യവസ്ഥ, ഇയാൾ ജീവനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പകരം വീണ് മരിക്കും. ആരാണ് മരിക്കാൻ തയ്യാറ്?
80 വയസ്സുള്ള അപ്പ 50 വയസ്സുള്ള മകന് പകരക്കാരനായിട്ട് മരിക്കാവൂ? അപ്പം പറഞ്ഞു, എൻ്റെ മോന് പകരം മരിക്കാൻ ഞാൻ തയ്യാറ്. പക്ഷേ എനിക്ക് 3 മക്കളുണ്ട്. ഇവനെ കൂടാതെ 3 മക്കളും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അവരുടെയൊക്കെ കാര്യം ഓർക്കുമ്പം എനിക്ക് മരിക്കാനൊരു സങ്കടം. അമ്മയോട് ചോദിച്ചു, മകന് പകരം മരിക്കാവോ? അമ്മ പറഞ്ഞു, എൻ്റെ മോന് പകരം മരിക്കാൻ ഞാൻ തയ്യാറ്. പക്ഷേ എൻ്റെ 3ാമത്തെ പെണ്ണ് 4ാമതും ഗർഭിണിയായിട്ടിരിക്കുന്നു. അവൾക്കൊരു കുഞ്ഞിക്കാലും കൂടെ ഉണ്ടായി കണ്ടിട്ട് മരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. തള്ളയും വകുപ്പ് മാറ്റി. മക്കളോട് ചോദിച്ചു, അപ്പന് പകരം മരിക്കാവോ? മക്കൾ പറഞ്ഞു, ഞങ്ങളുടെ അപ്പന് പകരം മരിക്കാൻ ഞങ്ങൾ തയ്യാറ്. പക്ഷേ കല്യാണം കഴിച്ച് ജീവിതത്തിൻ്റെ നല്ല സുഖമൊന്നും കിട്ടിയിട്ടില്ല. അതും കൂടെ കിട്ടിയിട്ട് മരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. മക്കളും തന്നെ മാറി. അവസാനം ഭാര്യ മാത്രമുണ്ട്. ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് വേണ്ടി അപ്പനും മരിക്കേണ്ട, അമ്മയും മരിക്കേണ്ട, മക്കളും മരിക്കേണ്ട. കല്യാണം കഴിച്ച നാൾ മുതൽ ഇയാൾ എനിക്ക് തുണ, ഞാൻ ഇയാൾക്ക് തുണ, ഞങ്ങൾക്ക് ദൈവം തുണ. എന്തേരെ കഷ്ടപ്പെട്ട് അലഞ്ഞ മനുഷ്യന് അല്പം വിശ്രമമൊക്കെ ഇയാൾക്കും വേണ്ടേ? ഇയാളില്ലേലും ഈ വീട് നടത്താൻ എന്നെക്കൊണ്ട് പറ്റും, എടുത്തടക്കിയേരെ. ഇതായിരുന്നു ഭാര്യയുടെ അവസാന വാക്ക്. നമ്മൾ പറയും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു, പക്ഷെ സ്നേഹത്തിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ലോകത്തിലെ സകല ബന്ധങ്ങളും സകല സ്നേഹങ്ങളും നമ്മളെ ആ പാഠമല്ലേ പഠിപ്പിക്കുക. 45 വയസ്സുള്ള ഭാര്യ ക്യാൻസർ രോഗം ബാധിച്ച് മരിക്കാൻ കിടക്കുന്നു. 50 വയസ്സുള്ള ഭർത്താവ് അരികിലിരുന്ന് തുണി വെള്ളത്തിൽ മുക്കി ഉച്ചി മുതൽ ഉള്ളംകാല് വരെ തുടച്ചു കൊടുക്കുന്നു. ട്യൂബിലൂടെ പാലും ജ്യൂസും പഴച്ചാറും പകർന്നു കൊടുക്കുന്നു. എപ്പോഴെല്ലാം കുളിപ്പിച്ച് തുടപ്പിച്ച് കിടത്തുവോ അവൻ നെടുവീർപ്പെടുന്നു. മൂക്ക് ചാമ്പങ്ങ പോലെ ചുമക്കുന്നു, ചൊടി കടിച്ചു പിടിക്കുന്നു, ചുണ്ടു വരളുന്നു. ഒരു ദിവസം അവനിങ്ങനെ ഇവളെ കുളിപ്പിച്ച് തുടപ്പിച്ച് കിടത്തുമ്പം അവൾക്ക് മനസ്സിലായി, ഞാൻ മരിച്ചാൽ ഒന്നുകിൽ ഇയാൾക്ക് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ഹൃദയം പൊട്ടി മരിക്കും. അപ്പോൾ ഇവനിങ്ങനെ ഇവളെ കുളിപ്പിച്ച് തുടപ്പിച്ച് കിടത്തുമ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മനപ്രയാസം തോന്നരുത്. എന്നാടിയെന്ന് ചോദിച്ചു. ഞാൻ മരിച്ച് കൃത്യം 1ാം ചരമവാർഷികം കഴിഞ്ഞ് 7 കൂടെ കഴിയുന്ന അന്ന് ചേട്ടൻ പോയി ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ കെട്ടിക്കോണം, സ്വർഗത്തിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. അവൻ പറഞ്ഞടി, കമ്പി പാരകൊണ്ട് നെഞ്ചത്ത് കുത്തുന്ന പുളിച്ച വർത്തമാനം നീ എന്നെ നോക്കി ഇങ്ങനെ പറയരുത്. അവൾ പറഞ്ഞു, ചേട്ടാ കെട്ടിയാൽ മാത്രം പോരാ, ഈ നെക്ലസ് അവിടെ കരുത്തെ തന്നെ വെക്കണം, മൂക്കുത്തി മൂക്കി തുളച്ച് കയറ്റണം, കമ്മൽ കാതിൽ കിഴിച്ച് കയറ്റണം, പാദസരം ഉപ്പൂറ്റിയെ തന്നെ പൂട്ടിയിടണം. ഓരോന്നും പറയുമ്പോൾ ഇവ സ്റ്റെപ്പായിട്ട് പൊട്ടിക്കരയടി. നിൻ്റെ മുഖമല്ലാത്തൊരു മുഖം ധ്യാനിക്കാൻ പറ്റുമോ? സ്വരമല്ലാത്തൊരു സ്വരം ചിന്തിക്കാൻ പറ്റുമോ? ജഡം അല്ലാത്തൊരു ജഡം പുണരാൻ പറ്റുമോ? അവസാനം അവൾ പറഞ്ഞു, ചേട്ടാ ഇത് മാത്രം പോരാ, എൻ്റെ ഇടതുകയെ കിടക്കുന്ന ഈ വള ചേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഇടതുകയെ തന്നെ ഇടണം. പെട്ടെന്നവൻ അറിയാതെ പറഞ്ഞു പോയി, എടി അത് അവൾക്ക് ചേരുമെന്ന് തോന്നുന്നില്ല, അവൾക്ക് നിന്നേക്കാൾ അല്പം വണ്ണം കൂടുതലാടി. ഇവളെ ശുശ്രൂഷിച്ചപ്പോൾ തന്നെ ആരെ കെട്ടണമെന്ന് അവൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൽ നമ്മൾ കാണുന്ന സ്നേഹത്തിലൊക്കെയുണ്ട് ഒരു സ്വാർത്ഥത. യഥാർത്ഥത്തിലുള്ള സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം മാത്രമെന്ന ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം മാത്രം. ദൈവം സ്നേഹമാണെന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ പരിശുദ്ധരായ പ്രവാചകന്മാരെ അയച്ചു. ഓരോ പ്രവാചകനും ഒരു പ്രത്യേക ശൈലിയുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രവാചകന്മാരുടെ പ്രവർത്തന ശൈലി അല്ലെങ്കിൽ പ്രഘോഷണ ശൈലി? ഓരോ പ്രവാചകനും വന്നിട്ട് നോക്കി ലോകത്തിൽ മനുഷ്യന് ഏറ്റവും പരിചയമുള്ള ഒരു സ്നേഹത്തെ മോഡലാക്കി എടുത്തു. ലോകത്ത് മനുഷ്യന് ഏറ്റവും പരിചയമുള്ളൊരു സ്നേഹത്തെ മോഡലാക്കി എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിപ്പറഞ്ഞു പോകും, തകർന്നു പോകും, പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും തകരില്ല. ഇതായിരുന്നു പ്രവാചകന്മാരുടെ ശൈലി. ഏറ്റവും കൂടുതലായിട്ട് ദൈവസ്നേഹത്തെ പ്രഘോഷിച്ച പ്രവാചകനായിരുന്നു ഓസിയ പ്രവാചകൻ. ഇസ്രായേൽ മക്കളുടെ ബാബിലോണിൻ അടിമത്തത്തിൻ്റെ കാലഘട്ടം BC 589 532 കാലഘട്ടങ്ങൾ. ആ കാലഘട്ടങ്ങളിൽ ദൈവം സ്നേഹമാണെന്നും പ്രഘോഷിച്ച് നടന്ന ശക്തനായ പ്രവാചകനായിരുന്നു ഓസിയ പ്രവാചകൻ. ഓസിയ നോക്കിയപ്പോൾ അന്ന് കല്യാണം കഴിഞ്ഞവരായിരുന്നു പ്രായപൂർത്തിയായവരിൽ 99% പേരും. ഇപ്പം വിവാഹിതരായ 99% പേർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഓസിയ ദൈവസ്നേഹത്തെ എടുത്ത് പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹമാണ്. ദാമ്പത്യ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല. അതായിരുന്നു ഓസിയ പ്രവാചകൻ്റെ ശൈലി. നമുക്കൊക്കെ അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ദമ്പതികളുടെ സ്നേഹമാണ്. അതുകൊണ്ടല്ലേ ഒരു സ്ത്രീയോട് ചോദിക്കുക, ഏറ്റവും വലിയ സ്നേഹം ആരുമായിട്ടുള്ളതാ? അവൾ പറയും, ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ളതാ. പുരുഷൻ പറയും, ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ളതാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം.
അപ്പോൾ ഈ ദാമ്പത്യ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓസിയ പ്രവാചകൻ അവതരിപ്പിക്കുക. ദമ്പതികൾ ഒരുമിച്ചിരിക്കുന്ന അവരുടെ ഒരു സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ, അതിൻ്റെ വെളിച്ചത്തിലാണ് ഓസിയ ദാമ്പത്യ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് പഠിപ്പിക്കുക. അപ്പം നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം ദമ്പതികളുടെ സ്നേഹം. അരിശം വരുമ്പം പലതും പറയും, പറഞ്ഞാലും അവസാനം വഴങ്ങിക്കൊടുക്കും. അതല്ലേ ദാമ്പത്യത്തിൻ്റെ സ്നേഹം. ഞാൻ ഒരു പള്ളിയിൽ സഹായിച്ചുകൊണ്ടിരുന്ന കാലം, മെയ് മാസത്തിലെ മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പത്ത് രാത്രി 9:30 ആയപ്പോൾ ഞാൻ താമസിക്കുന്ന 1-ാം നിലയിലെ മുറിയുടെ വാതുക്ക വന്ന് ആരോ ശക്തമായി മുട്ടുന്നു. ഞാൻ പുറത്തിറങ്ങി വന്ന് നോക്കുമ്പം കാണുന്നത് നാട്ടിലെ അറിയപ്പെടുന്ന കള്ളുകുടിയനായ ഒരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ഈ രാത്രിയിൽ? അയാൾ പറഞ്ഞു, എൻ്റെ അച്ഛ വീട്ടിൽ വരെ ഒന്ന് വരണം. കുടിച്ചിട്ട് ചെന്നാൽ ഭാര്യ കയറ്റുകയല്ല, അവൾ അന്ത്യശാസനം തന്ന് ഇറക്കി വിട്ടിരിക്കുക. അച്ഛനോട് അവൾക്ക് ലോഹ്യമാണല്ലോ. അച്ഛൻ വന്ന് അപ്പീൽ കൊടുത്താൽ ഒരു പക്ഷേ അവൾ എന്നെ വീട്ടിലേക്ക് കയറ്റിയേക്കും. വരാതിരിക്കരുത്. പോകാതിരിക്കാൻ പറ്റുമോ? പുത്തനച്ഛൻ്റെ ആദ്യകാല തീഷ്ണത, തീവ്രത, ലോകം എങ്ങനെയോ ഇട്ട് കയറൊക്കെ ചുറ്റും വരിഞ്ഞു കെട്ടി ഞാൻ മുമ്പിൽ നടന്നു. ഞാൻ ഏറ്റവും മുമ്പിൽ ഒരു കുന്തം പോലെ നടക്കുമ്പം ഇയാൾ കപ്പളത്തളിൻ്റെ ബന്ധവും പിടിച്ച് എൻ്റെ പുറയിൽ. അരമണിക്കൂർ നടന്നു, വീട്ടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ മനസ്സിലായി രംഗം ഒട്ടും പന്തിയല്ല. നടവാതക്കിലാണെങ്കിൽ ഭാര്യ സാരി പരമാവധി കയറ്റിക്കുത്തി, ലംഘിക്കാവുന്ന സകലമാന അതിർത്തി ലംഘിച്ച് പൊക്കിക്കുത്തി, വലതുകയിൽ ചെലവയും ഇടതുകയിൽ കരക്കത്തിയായിട്ട് നിൽക്കുക. ഇവളെ കണ്ടപാട് ഇയാൾ ചമ്മിപ്പമ്മി പുറകോട്ട് മാറി. ഞാൻ മുമ്പോട്ട് കയറി. ആ സ്ത്രീ ചോദിച്ചു, എന്നാ ജോസഫച്ച രാത്രി ഇതിലേ കൂടെയൊക്കെ? ചോദ്യം കേട്ടപാടെ സകലമാന ഫ്യൂസ് ഊരിപ്പോയി. ഞാൻ പറഞ്ഞു, പെങ്ങളെ, വിവാഹം ഒരു കൂതാശയാണല്ലോ. ശിരസായ മിശിഹ ഉടലായ സഭയെ സ്നേഹിച്ചതുപോലെ ശിരസായ ഭർത്താവ് ഉടലായ ഭാര്യയെ സ്നേഹിക്കണം. ഇത് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുകയും ശിരസായ മിശിഹയുടെ തല കാണാനില്ല, കക്ഷി തറയെ കിടന്ന് എഴയുക. രണ്ടാം ഭാഗത്ത് ഞാൻ പറഞ്ഞു, ഉടലായ സഭ ശിരസായ മിശിഹായെ സ്നേഹിച്ചതുപോലെ ഉടലായ ഭാര്യ ശിരസായ ഭർത്താവിനെ സ്നേഹിക്കണം. ഇത് കേട്ടപാടെ അവൾ പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഇഷ്ടമാണ്, പക്ഷേ രാത്രിയിൽ മഴയത്ത് ഇവിടെ വെച്ച് വേണ്ട, ഞായറാഴ്ച പള്ളി വെച്ച് കേട്ടോളാം. വാതിലങ്ങോട്ട് മലർക്കെ തള്ളി തുറന്നുകൊണ്ട് പറയുക, താലി കെട്ടിയ മനുഷ്യനല്ലേ, സ്നേഹിച്ചു പോയില്ലേ? കയറ്റി വിടാതിരിക്കാൻ പറ്റുമോ മനുഷ്യ? ആദ്യം പറഞ്ഞത് തൻ്റെ മോന്ത ചെരവയ്ക്ക് മാന്തും, തൻ്റെ പെടലി കത്തിക്ക് കണ്ടിക്കും, തുള്ളി നിന്നയാളാ. അവസാനം പറയുക, കയറ്റി വിടാതിരിക്കാൻ പറ്റുമോ അച്ഛാ? താലി കെട്ടിയ മനുഷ്യനല്ലേ, സ്നേഹിച്ചു പോയില്ലേ? ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹബന്ധം ദാമ്പത്യ സ്നേഹമാണ്. പ്രവാചകൻ പറയുന്നു, ആ സ്നേഹബന്ധത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്നെ മക്കളെ മറക്കില്ല. പഠിപ്പിച്ചു ഓസിയ പ്രവാചകനിലൂടെ. 2, യേശയ്യ നോക്കിയപ്പോൾ ലോകത്തിൽ അന്ന് യഹൂദമതത്തിലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളിൽ 90% പേരും മക്കളെ പ്രസവിച്ച പെറ്റ തള്ളമാരായിരുന്നു. ഓസിയ നോക്കിയപ്പം 99% പേരും ദമ്പതികളാണ്. യേശയ്യ നോക്കിയപ്പോൾ 90% കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മമാരാണ്. അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അദ്ദേഹം പറഞ്ഞു, യേശയ്യ 49, 15, 16 വചനങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്റെ മുഖം എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റുകയില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത നമ്മൾ വായിച്ചു. കുഞ്ഞിന് കരളില്ല, അമ്മ കരളിൻ്റെ 1/3 കുഞ്ഞിന് കൊടുത്തെന്ന്. കാരണം ഒരു വ്യക്തി ജീവിക്കാൻ മുഴുവൻ കരളും വേണ്ട, 1/3 മതി. നമ്മുടെ നാട്ടിൽ പല കള്ളുകൂടിയന്മാരും അതുകൊണ്ടാണ് ജീവിച്ചു പോണത്. 3 അങ്ങ് ജീവിച്ചങ്ങ് പോകാൻ പറ്റും. അപ്പോൾ ആ കരൾ കൊടുത്ത അമ്മയ്ക്ക് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് എന്നാ വിളിക്കാം? എൻ്റെ കരള് എന്ന് വിളിക്കാം. കാരണം കരൾ കൊടുത്ത അമ്മ. അപ്പോൾ അതാണ് അമ്മയുടെ സ്നേഹം. ചിലപ്പോൾ ആ അമ്മയെ മറക്കാം. തിരുവനന്തപുരത്ത് കുട്ടികളുടെ ആശുപത്രിയുടെ അടുത്ത് അമ്മത്തൊട്ടിൽ എന്ന പിള്ളത്തൊട്ടി കെട്ടിയിടുന്ന പത്രത്തിൽ വാർത്ത കണ്ട് നമ്മൾ. ജനുവരി മുതൽ മെയ് മാസം വരെ ആയപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് വന്ന് വീണത്? പത്രവാർത്തകൾ. ഗർഭപാത്രത്തിൽ വെച്ച് ഗർഭചിത്രം ചെയ്തത് വേറെ, ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പോയത്, റെയിൽവേ സ്റ്റേഷനിൽ തള്ളിയിട്ട് പോയത്, പാതയോരങ്ങളിൽ ഉന്തിയിട്ട് പോയത്, അങ്ങനെ ഒത്തിരി ആയിരങ്ങൾ ലക്ഷങ്ങൾ. അങ്ങനെയുള്ള ലോകത്താണ് പറയുക, അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പെറ്റ തള്ളമാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനോഹരമായി ആവിഷ്കരിച്ചു യേശയ്യ പ്രവാചകൻ. 3, യെസക്കിയേൽ നോക്കിയപ്പോൾ 60% യഹൂദന്മാർ
ആട്ടിടയന്മാരായിരുന്നു. ഈ ആട്ടിടയന്മാരുടെ ഭാഷയിൽ എസെക്കിയേൽ പറയുകയാണ് 32 മുതലുള്ള അധ്യായങ്ങളിൽ, ഇടയൻ ആടിനെ മറന്നാലും ദൈവം തൻ്റെ ജനത്തെ മറക്കുകയില്ല. ഇടയൻ ആടിനെ മറന്നേക്കാം, പക്ഷെ ദൈവം തൻ്റെ ജനത്തെ മറക്കില്ല. അത് പഠിപ്പിച്ച പ്രവാചകനായിരുന്നു എസെക്കിയേൽ പ്രവാചകൻ. അന്ന് ഇടയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിനെ ഏതെങ്കിലും ജീവികൾ ഉപദ്രവിക്കുമ്പം അതിനെ നേരിട്ടിട്ട് ഇടയൻ മരിച്ചാൽ പോലും ആടിനെ പരിക്കേൽക്കാൻ വിടുകയില്ലെന്നാണ് പറയുക. അത്രയും കരുതലുള്ള സമൂഹത്തിലാണ് പറയുക. ഇടയൻ ഒരുപക്ഷെ ആടിനെ മറന്നേക്കാം, അങ്ങനെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല, പഠിപ്പിച്ചു എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം. 4. ജെറമിയ പ്രവാചകൻ നോക്കുമ്പോൾ 15% ആളുകൾ മൺപാത്രങ്ങൾ മെനയുന്ന കുശവന്മാരായിരുന്നു. ഈ പാത്രങ്ങൾ മെനയുന്ന കുശവൻ്റെ ഭാഷയിൽ ജെറമിയ സംസാരിക്കുകയാണ്. ജെറമിയായിലൂടെ ദൈവം. ജെറമിയ പ്രവചനം 18-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് ജെറമിയായെ ഒരു കുശവൻ്റെ ആലയിലേക്ക് ഒരു ദർശനത്തിലൂടെ ആനയിച്ചു. അപ്പോൾ ജെറമിയ അവിടെ കാണുന്നത് കുശവൻ ഒരു മൺപാത്രം മെനയുന്നു, ഷേപ്പില്ലാത്ത മൺപാത്രം. ജെറമിയ ഓർത്തു, കുശവൻ ഈ മൺപാത്രത്തെ എറിഞ്ഞ് ഉടച്ചേക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുശവൻ ഒന്നുകൂടെ ക്ഷമയോടെ ഇരുന്ന് ഒന്നുകൂടെ കുഴച്ച് വാർത്ത് ആ പാത്രത്തിന് പുതിയ രൂപവും ഭാവവും നൽകുന്നു. ദൈവം പഠിപ്പിച്ച പാഠമെന്താ? ജനം ഉടമ്പടി എന്ന കുടത്തെ ഉടച്ചാലും ജനമെന്ന കുടത്തെ ഒരിക്കലും ഉടയ്ക്കാത്ത കുശവനാണ് അവിടുന്ന്. എത്ര തെറ്റ് പറ്റിയാലും എത്ര അബദ്ധം പറ്റിയാലും പിന്നെയും പിന്നെയും അവസരം തന്ന് പരിപാലിക്കുന്ന ഒരു കുശവൻ, പരിപാലിക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന് എന്ന് ജെറമിയായിലൂടെ ദൈവമായ കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ ഓസിയ 99% ദമ്പതിമാരുടെ ഭാഷയിൽ പറഞ്ഞു, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം മറന്നാലും ദൈവം നമ്മളെ മറക്കുകയില്ല. യേശയ്യ 90% പെറ്റതള്ളമാരുടെ ഭാഷയിൽ പറഞ്ഞു, അമ്മ കുഞ്ഞിനെ മറന്നാലും ദൈവം മറക്കില്ല. എസെക്കിയേൽ 60% ഇടയന്മാരുടെ ഭാഷയിൽ പറഞ്ഞു, ഇടയൻ ആടിനെ മറന്നാലും ദൈവം ജനത്തെ മറക്കില്ല. ജെറമിയ 15% കുശവന്മാരുടെ ഭാഷയിൽ പറഞ്ഞു, കുശവൻ കുടത്തെ മറന്നാലും ദൈവം ജനത്തെ മറക്കില്ല. ഇവരെല്ലാവരും പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധനായ സങ്കീർത്തകൻ 103-ാം സങ്കീർത്തനത്തിൽ 8-ാം തിരുവചനത്തിൽ ഒറ്റ വചനത്തിൽ സംഗ്രഹിച്ചു. സങ്കീർത്തനം 103:8 നമ്മൾ വായിക്കുന്നു. ഇപ്രകാരമാണ് വായിക്കുക. സങ്കീർത്തനം 103:8. കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. കാരണം ദൈവത്തെ അനുഭവിച്ച സങ്കീർത്തകന് ദൈവത്തെക്കുറിച്ച് പറയാൻ ഒരു പേരേ ഉള്ളൂ, അവൻ കരുണാവാരിധിയാണ്, അവൻ സ്നേഹനിധിയാണ്, കരുണാവാരിധിയാണ്. ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലം. അന്ന് പേരിട്ടാൽ പേര് പോലെ ഷേപ്പ്, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ സ്വഭാവം. ഇന്ന് ഇടുന്ന പേരൊന്ന്, ഷേപ്പ് മറ്റൊന്ന്, സ്വഭാവം വേറൊന്ന്. അതല്ലേ മനുഷ്യൻ്റെ രീതി. പക്ഷെ അന്നങ്ങനെയല്ല. ഒരു പേരിട്ടാൽ പേര് പോലെ ഷേപ്പ്, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ സ്വഭാവം. ദൈവത്തെ പിഴിഞ്ഞാൽ സ്നേഹം മാത്രമേ ഉള്ളൂ, അവൻ സ്നേഹനിധിയാണ്. ദൈവത്തെ പിഴിഞ്ഞെടുത്ത കരുണ മാത്രമേ ഉള്ളൂ, അവൻ കരുണാവാരിധിയാണ്. നമുക്ക് ഇന്ന് പേര് വ്യത്യാസം, ഷേപ്പ് വ്യത്യാസം, സ്വഭാവം വ്യത്യാസം. വികൃതമായ മുഖമുള്ളവളെ വേണമെങ്കിലും സുന്ദരി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഉള്ളു മുഴുവൻ കള്ളമുള്ളവളെയും വിളിക്കുന്ന പേര് നിർമ്മല എന്നായിരിക്കാം. അപ്പം നമ്മുടെ വ്യത്യാസമുണ്ട് ലോകത്തിൽ. പക്ഷെ അന്നങ്ങനെയല്ല. പേരിട്ടാൽ പേര് പോലെ ഷേപ്പ്, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ സ്വഭാവം. അതല്ലേ മനുഷ്യൻ്റെ രീതി എന്നൊക്കെ പറയുക. ഞാൻ അടുത്തയിടെ ഒരു ബൈബിൾ കൺവെൻഷൻ്റെ പ്രസംഗത്തിന് ചെന്നു ഒരു പള്ളിയിൽ. പെരുന്നാൾ നടത്തുന്ന പ്രസിഡന്റിയുടെ വീട്ടിലായിരുന്നു രാത്രിയിലത്തെ ഭക്ഷണം. അവ ചെല്ലുമ്പോൾ 3 പെമ്മക്കൾ വീട്ടിലുണ്ട്. ഭാര്യ നിറവേറോടെ കാത്തു നിൽക്കുന്നു. പെരുന്നാളിൻ്റെ പ്രദക്ഷിണമാണോ അവളുടെ പ്രസവമാണോ ആദ്യമെന്നറിയാൻ മേല ആ രീതിയിൽ നിൽക്കുക. ഇലക്ട്രിക്കൽ സാധനം വിൽക്കുന്ന ഒരു വലിയ കടക്കാരനായി മനുഷ്യൻ. ഇയാളുടെ വീടിൻ്റെ വരാന്തം നിറയെ വയറിങ്ങിനുള്ള വയർ റോളായിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നു. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ 3 പെമ്മക്കളാണുള്ളത്. കല്യാണം കഴിഞ്ഞ ആദ്യ നാടുകളിൽ കടയെല്ലാം പൊട്ടിപ്പോയി. ഓരോ പെങ്കൊച്ചും ജനിച്ചപ്പം കട പച്ച പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കടയിലെ സാധനങ്ങളുടെ പേരാണ് 3 പെമ്മക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു ആൺകൊച്ചിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. മൂത്ത കൊച്ചിൻ്റെ പേര് സുച്ചി, രണ്ടാമത്തവൾ ബൾബി, മൂന്നാമത്തവൾ ട്യൂബി. 3 പെൺപിള്ളേരാ, സുച്ചി, ബൾബി, ട്യൂബി. ഞാൻ പറഞ്ഞു, അഥവാ ഇനി ഈ പെങ്ങൾ പ്രസവിക്കുന്നത് പെണ്ണാണെങ്കിൽ നമുക്ക് ഈ പേരിടാം, വയറി. നല്ല ഒന്നാന്തരം പേര്. ഇപ്പം പേരിട്ട് പോകുന്ന സമൂഹത്തിൽ കർത്താവിൻ്റെ ഭക്തനായ സങ്കീർത്തകൻ അവനൊരു പേര് കൊടുത്തു. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. അപ്പോൾ ഈ ദൈവസ്നേഹമാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടത്.
ഈ സ്നേഹാനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അപ്പം അതിനെന്തെങ്കിലുമൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് പലപ്പോഴും അറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപങ്ങൾ, പാപഭാരങ്ങൾ, ആന്തരിക മുറിവുകൾ, ഇതൊക്കെയാണ്. എനിക്ക് വലിയൊരാഗ്രഹം നയാഗ്ര വെള്ളച്ചാട്ടം കാണണം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആഗ്രഹം അതിൽ നിന്ന് തെറിച്ചു വീഴുന്ന വെള്ളം ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ശേഖരിക്കണം. കാറിൻ്റെ ചില്ല് താഴ്ത്തി പ്ലാസ്റ്റിക് കുപ്പി വെള്ളത്തിലേക്ക് നീട്ടിപ്പിടിച്ചപ്പോൾ നിരവധി വണ്ടികൾ നിർത്താതെ നിരന്തരം പുറകിൽ വന്ന് ഹോണടിച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ വണ്ടി മുമ്പോട്ടെടുത്തു. കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശാന്തമായൊരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ എനിക്ക് തോന്നി, നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് പിടിച്ച വെള്ളത്തിൽ നിന്നും അല്പം കുടിച്ചാൽ കൊള്ളാം. ഞാൻ കുപ്പിയെടുത്ത് എൻ്റെ ചുണ്ടോടടുപ്പിച്ചു. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ വായിലേക്ക് വീഴുന്നില്ല. നോക്കിയപ്പോൾ അവർ സത്യം മനസ്സിലായത്, നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കീഴെ കുപ്പി കാണിച്ചപ്പോഴും വെപ്രാളത്തിനും വേവലാതിക്കും ഇടയിൽ കുപ്പിയുടെ അടപ്പ് ഊരാൻ മറന്നുപോയി. ഇതാണ് പ്രശ്നം. നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലാത്തതല്ല പ്രശ്നം, കുപ്പിയുടെ അടപ്പ് ഊരാഞ്ഞതാണ് പ്രശ്നം. ദൈവസ്നേഹം നയാഗ്ര വെള്ളച്ചാട്ടം പോലെ എൻ്റെ ഉള്ളിലേക്ക് കുത്തി ഒഴുകുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ മുറിവുകൾ, പാപങ്ങൾ ഇതൊരു വലിയ ബ്ലോക്കായിട്ട് എൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അപ്പം ഇതിൽ നിന്നും നമുക്കൊരു മോചനം ആവശ്യം. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ഈ ദൈവസ്നേഹത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക. എത്ര വലിയ തകർച്ച വന്നാലും, രോഗം വന്നാലും, കടബാധ്യത വന്നാലും ആത്മഹത്യ ചെയ്യാതെ ജീവിക്കാൻ ഒരാൾക്ക് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ടാണ്, ദൈവസ്നേഹാഗ്നി ഉള്ളിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ മനുഷ്യന് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പരാതി പറയുന്ന ഭാര്യ, പരിഭവിക്കുന്ന മക്കൾ, സാമ്പത്തിക ബാധ്യത, വല്ലാത്ത പിരിമുറുക്കം, എന്നിട്ടും അതിൻ്റെയൊക്കെ നടുവിലും വീടിനു വേണ്ടി ഗോതമ്പ് മണി പോലെ പൊടിയാൻ ഒരപ്പന് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ടാണ്. തെറി വിളിക്കുന്ന ഭർത്താവ്, പഞ്ഞം, ശുദ്ധദാരിദ്ര്യം, മാറാത്ത രോഗം, മനസ്സിലാക്കാത്ത മക്കൾ, മരുമക്കൾ, എന്നിട്ടും ആ കുടുംബത്തിൽ മെഴുകുതിരി പോലെ ഉരുകി ഗോതമ്പ് മണി പോലെ പൊടിഞ്ഞു ചേരാൻ ഒരമ്മയ്ക്ക് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഈ ദൈവസ്നേഹാഗ്നി ഉള്ളിലുള്ളപ്പോഴാണ് എന്തിനേയും ഏതിനേയും അതിജീവിക്കാനും നേരിടാനും ഒക്കെ പറ്റുന്ന ഒരു വലിയ ശക്തി നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണല്ലോ ആരെല്ലാം ദൈവസ്നേഹത്താൽ നിറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ യാതനകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ വന്നപ്പോഴും അവർ പിടിച്ചു നിൽക്കുകയാണ്. കാരണം ദൈവം നയിക്കുന്നു എന്നുള്ള ഉറപ്പ്, ദൈവത്തിൻ്റെ കരുതലുണ്ട് എന്നുള്ള ഉറപ്പ്. ഇതാണ് സഭയുടെ ഉറപ്പ്, ഇതാണ് നമ്മുടെ ഉറപ്പ്. ഈ ദൈവസ്നേഹത്തിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. എങ്കിലും ഒരു 6 പ്രത്യേകതകൾ വചനത്തിൽ നിന്നും നമുക്കൊന്ന് പെറുക്കിയെടുത്ത് ധ്യാനിക്കാം. ദൈവസ്നേഹത്തിൻ്റെ 6 പ്രത്യേകതകൾ. എന്തെല്ലാമാണ് ദൈവസ്നേഹത്തിൻ്റെ 6 പ്രത്യേകതകൾ? 1, ദൈവത്തിൻ്റെ സ്നേഹം ഒരുക്കുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരുക്കുന്ന സ്നേഹമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറുദീസ ഒരുക്കി. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അവൻ പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലം ഒരുക്കുമെന്ന് പറയുന്നു. യോഹന്നാൻ 21-ൽ അവൻ അപ്പവും മീനും ഒരുക്കി തിബേരിയോസിൻ്റെ തീരത്ത് കാത്തിരുന്നു. പൗലോസ്ലീഹ പറയും, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരിക്കൽ പ്രക്രിയയാണ് കാണുക. ഒരിക്കൽ മുയൽ പ്രസവിക്കുന്നതിന് മുമ്പ് അടിവയറ്റിലെ രോമം പറിച്ചിട്ട് ഒരു മെത്ത ഒരുക്കും. പന്നി കീറച്ചാക്കവും വൈക്കോലും ഒക്കെ കൂടെ തടുത്തുകൂടി ഒരു പ്രസവ മുറി ഒരുക്കും. പട്ടിയും അങ്ങനെ തന്നെയാണ്. സകല ജീവജാലങ്ങളും ഒരുക്കും. തള്ളപ്പക്ഷി അടയിരുന്ന മുട്ട വിരിക്കുന്നതിന് മുമ്പ് മനോഹരമായൊരു കൂടിൻ്റെ സകല സംരക്ഷണങ്ങളും ഒരുക്കും. അങ്ങനെ ഒരുക്കുന്ന ഒരു പ്രത്യേകത നമ്മൾ കാണുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ നമ്മൾ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കും, ഇതെന്തിനെ എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇതിൽ ഞാൻ ഒരുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ യാതനകളും കഷ്ടപ്പാടുകളും ഒക്കെ കൊടുക്കുമ്പം അതിലൂടെ നല്ല മനക്കെട്ടിയിലൂടെ ദൈവം വ്യക്തികളെ ഒരുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒരുക്കുന്ന സ്നേഹമാണ്. ഇന്ന് എന്ത് സംഭവിച്ചാലും ഓർക്കുക, ഇതെൻ്റെ നാളത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് എനിക്കുണ്ടാകുന്ന തകർച്ചകൾ, നൊമ്പരങ്ങൾ അതെൻ്റെ നാളത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതല്ലേ നടന്നു പോകുന്ന സമയത്ത് സീനായിൽ
ചതുപ്പ് നിലത്ത് നടന്നപ്പോൾ ജനം വെറുപെറുത്തു. അപ്പോൾ പറഞ്ഞു, ഈ ചതുപ്പ് നിലത്ത് നിങ്ങളിങ്ങനെ വെറുപെറുത്താൽ വരുന്ന മരുപ്രദേശത്ത് നിങ്ങളെങ്ങനെ പിടിച്ചു നിൽക്കും? കൊച്ചു കൊച്ചു സഹനങ്ങൾ, വേദനകളൊക്കെ നമുക്ക് തരുന്നത് നമ്മളെ ഒരുക്കുക, ജീവിതത്തിൽ പലതിനെയും നേരിടാനുള്ള കരളിൻ്റെ കരുത്തായി, ജീവിതത്തിൻ്റെ ശക്തിയായിട്ട്. ഇപ്പം എന്തു സംഭവിച്ചാലും അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. റോമാലേഖനത്തിൻ്റെ 8-27-28 വാക്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒരുക്കുന്ന സ്നേഹമാണ്. 2, ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമായ സ്നേഹമാണ്. ഈ ലോകത്തിൽ ഒട്ടും ഇളക്കമില്ലാത്ത സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് അചഞ്ചലമാണ്. മനുഷ്യൻ്റെ സ്നേഹം ഇളകും, മറിയും, അത് തകിടം മറിയും. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൽ 10-11 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടി ഉണ്ടായിരിക്കും. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ലോകത്തിലെ സ്നേഹങ്ങളൊക്കെ മാഞ്ഞു പോകും, ലോകത്തിലെ സ്നേഹങ്ങൾ മറഞ്ഞു പോകും. അതിൽ നമ്മൾ സാധാരണ കാണുന്നത്, നന്നായി വാ എന്ന് പറയുന്ന അതേ നാക്കുകൊണ്ട് നശിച്ചു പോ എന്ന് പറയാനും നമുക്ക് മടിയില്ല. മനുഷ്യന് മട്ടുമാറും, മൂടുമാറും, രീതികൾ മാറും. പക്ഷെ ദൈവത്തിന് മാറ്റമില്ല. അവിടുന്ന് അചഞ്ചലമായി സ്നേഹിച്ചുകൊണ്ടിരിക്കും. ആണി അടിച്ചാലും സ്നേഹിക്കും, കുരിശിൽ തറച്ചാലും സ്നേഹിക്കും, കാർക്കിച്ച് തുപ്പിയാലും സ്നേഹിക്കും, ഒറ്റി കൊടുത്താലും സ്നേഹിക്കും, തള്ളി പറഞ്ഞാലും സ്നേഹിക്കും. ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമായ സ്നേഹമാണ്. അങ്ങനെ ദൈവം പറയുമ്പോൾ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ ദൈവം അക്കമിട്ട് നമ്മളെ പഠിപ്പിക്കും. ഓർമ്മിക്കുവാനായി അചഞ്ചലമായ സ്നേഹത്തിൻ്റെ 100 സംഭവങ്ങൾ, 100 ഉദാഹരണങ്ങൾ ലോകത്ത് ദൈവം കാണിച്ചു തരും. ദൈവസ്നേഹം എത്ര ആഴമെന്ന് നമ്മൾ ധ്യാനിക്കാൻ. തൊടുപുഴ കോട്ടയം റോഡിലോടിയ പ്രശാന്ത് ബസ്, പാലാടുത്ത് ഐങ്കൊമ്പിൽ ബസ് കത്തി ചാമ്പലായി. ആൾക്കാർ ഓടിക്കൂടിയപ്പോൾ ഒരു 500 മീറ്റർ അകലം വരെ എത്താനേ പറ്റിയുള്ളൂ. പഴുത്ത പാട്ടകഷ്ണം, പഴുത്ത ഇരുമ്പ് കമ്പികൾ. നിസ്സഹായരായിട്ട് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. ആകാശം മുട്ടി വീരുന്ന അഗ്നിനാളങ്ങൾക്കിടയിലൂടെ 2-3 വയസ്സ് പ്രായമുള്ള ഒരാൺകുട്ടിയുടെ ശരീരം റബ്ബർ പന്ത് പോലെ ഉയരുന്നു, താഴുന്നു. 3/4 മണിക്കൂറിനുള്ളിൽ അഗ്നിശമന സേനയെത്തി തീ അണച്ചു. തീ അണച്ചപ്പോൾ കണ്ട കാഴ്ച, 40 വയസ്സോളം പ്രായം വരുന്ന ഒരു സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ ശവത്തിന് മുകളിൽ റബ്ബർ പന്ത് പോലെ ഉരുകിയിരിക്കുന്ന ഒരു 3 വയസ്സുകാരൻ്റെ ജഡം. തീനാളങ്ങൾ സ്വന്തം ശരീരം നക്കിയെടുത്തപ്പോഴും ജീവൻ്റെയും മരണത്തിൻ്റെയും നടുവിലുള്ള നേർരേഖയിൽ ഒരു കുഞ്ഞിനെ രക്ഷിക്കുവാനുള്ള അമ്മയുടെ വിപുലമായ ശ്രമം. മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും അചഞ്ചലമായി നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ 100 അടയാളങ്ങളിൽ ഒരടയാളം. പൂതത്താൻകെട്ടിലെ വെള്ളത്തിൽ, ആ വലിയ വള്ളത്തിൽ യാത്ര ചെയ്ത കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ തുടങ്ങിയപ്പോൾ എളവൂറുകാരി ലിസി എന്ന ടീച്ചർ വെള്ളത്തിലേക്ക് ചാടി എത്ര കുഞ്ഞുങ്ങളെ എറിഞ്ഞു രക്ഷിച്ചു. അടുത്തൊരു കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സാരി ഇഞ്ചപ്പടപ്പിലുടക്കി വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോവുക. മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും അചഞ്ചലമായി നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു മുഖം ദിനപത്രങ്ങളിൽ മുഴുവൻ കാണാം. കൂട്ടുകാരൻ വെള്ളത്തിൽ വീണപ്പോൾ നീന്തൽ അറിയത്തില്ലാത്ത സ്നേഹിതൻ പ്രാന്തമായ ആവേശത്തോടെ ചാടി കൂട്ടുകാരനെ തള്ളിക്കയറ്റി രക്ഷിച്ചിട്ട് അവൻ ജീവൻ വെടിയുന്നു. ക്രിസ്തു പറയുന്നില്ലേ, ഒരുവൻ മറ്റൊരുവന് വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഒരിക്കലും കാണിക്കുവാനില്ല. അത് കർത്താവ് കാണിച്ചു തന്നു. ഈ കർത്താവിന് ശേഷമുള്ള കാലങ്ങളിൽ മുഴുവൻ ഇതിന് തുല്യമായ സ്നേഹമാണ് നമ്മൾ കാണുക. അതാണ് മാറ്റമില്ലാത്ത സ്നേഹം, അചഞ്ചലമായ സ്നേഹം, ഇളക്കമില്ലാത്തൊരു സ്നേഹം. ആ സ്നേഹമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരിക. സിനിമ കാണാൻ പോയ 2 ഭാര്യാഭർത്താക്കന്മാർ, ജോണി ലിസി ദമ്പതികൾ, ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മോട്ടോർ സൈക്കിളിലാണ് വരിക. തൊട്ടു മുമ്പിൽ തമിഴ്നാടിൻ്റെ നാഷണൽ പെർമിറ്റ് ലോറി നിറയെ കൂർത്ത ഇരുമ്പ് മുനയുള്ള കമ്പികളുമായിട്ട് പോകുന്നു. പെട്ടെന്ന് ലോറി സടംബരയ്ക്ക് ഇട്ട് നിർത്തി. ജോണി മോട്ടോർ സൈക്കിളിൻ്റെ ബ്രേക്ക് ചവിട്ടാൻ നോക്കി. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മഴവെള്ളത്തിൽ തന്നെയ വണ്ടി ലോറിയുടെ പുറകിൽ ചെന്ന് ഇടിച്ചു. ജോണി തെറിച്ചു വീണു. പുറകിലിരുന്ന് ലിസി മുമ്പിലേക്ക് എടുത്തെറിയപ്പെട്ടു. കൂർത്ത 2 കമ്പികൾ ലിസിയുടെ മാറ് നൊത്തു പിളർന്ന് മറുപുറം ചാടിയപ്പോൾ ആ കമ്പിയിൽ കടന്ന് ലിസി ചോദിച്ച ചോദ്യം,
എൻ്റെ ജോണിക്ക് എന്തെങ്കിലും പറ്റിയോ? പിന്നെ ചുണ്ടുകൾ ചലിച്ചിട്ടില്ല, അതിനെ മനങ്ങിയിട്ടില്ല, ഹൃദയം സ്പന്ദിച്ചിട്ടില്ല. ജോണി എന്ന ഭർത്താവ് ലിസി എന്ന ഭാര്യയിലൂടെ അനുഭവിക്കുന്നു. മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും അചഞ്ചലമായി നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഈ അചഞ്ചലമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പലയിടത്തും കാണും. വീട്ടിൽ തന്നെ കാണാം. എന്നും കുടിച്ചിട്ട് വന്ന് പുളിച്ച തെറി വിളിക്കുന്ന ഭർത്താവ് ഇടിക്കുന്നു, ദ്രോഹിക്കുന്നു, ചീത്ത വിളിക്കുന്നു. എന്നിട്ടും അവൻ വരുന്നത് വരെ വിളക്കണയാതെ ചൂടുമാറാത്ത ഭക്ഷണവും ആവി മാറാത്ത കറിയുമായി കാത്തിരിക്കുന്ന ഭാര്യ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ ഒരു ചിത്രമാണ്. കുടിയനായ മോൻ മാതാപിതാക്കളോട് വഴക്ക്, എന്നും കുടിച്ചിട്ട് വരും. അപ്പൻ പറഞ്ഞു പുകഞ്ഞ കൊള്ളി പുറത്ത്. അമ്മ വീടിൻ്റെ പിൻവശത്തെ വാതിൽ തുറന്ന് ഈ മകനെയും കാത്തിരിക്കുന്നു. മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും അചഞ്ചലമായി നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു ചിത്രം. ഇപ്പോൾ 100 ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. 100 ഉദാഹരണങ്ങൾ. മൃഗം പോലും കാണിക്കും ഈ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ. നമ്മൾ കണ്ടില്ലേ, അടുത്തയിടെ ഒരു മനുഷ്യൻ കാട്ടിപ്പോയപ്പം കരടി പിടിച്ചു. കരടി ഈ മനുഷ്യനെ കടിച്ച് കൊല്ലാൻ തുടങ്ങിയപ്പോൾ കൂടെ പോയ 2 നായ്ക്കൾ. എത്ര ശ്രദ്ധാപൂർവമായിരിക്കുക! 2 നായ്ക്കൾ. ഒരെണ്ണം 2ഉം കൂടെ കുരച്ച് കരടിയെ ഓടിച്ചു. അതിനുശേഷം നാട്ടുകാരെ വിവരമറിയിക്കാൻ വേണ്ടി ഒരു കെട്ടി കുരച്ചുകൊണ്ട് അത് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്നു. ആ സമയം മറ്റേ പട്ടി ഈ ഉടമസ്ഥനെ കാവലിരിക്കുന്നു. മനുഷ്യർ പോലും തോക്കുന്നിടത്ത് മൃഗങ്ങൾ പോലും കാണിക്കുന്നു സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ. ഇതാണ് നമ്മൾ ലോകത്ത് കാണുന്നതെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ അംശം വെച്ചിരിക്കുന്നത് എവിടുന്ന് വന്നതാ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൊരിയല്ലേ? എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതായിരിക്കും? ദൈവത്തിൻ്റെ സ്നേഹം ഒരു സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം പോകുന്നത് പോലെ ദൈവസ്നേഹത്തിൻ്റെ ഓരോ അംശമാണ് പല വിധത്തിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക. ദാമ്പത്യ സ്നേഹം, മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം, കാമുകി കാമുകന്മാരുടെ സ്നേഹം, സുഹൃത്തുക്കളുടെ സ്നേഹം, അന്താരാഷ്ട്ര സ്നേഹം, അയൽബന്ധ സ്നേഹം. ഈ സ്നേഹത്തിലൊക്കെ കാണുന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതിൻ്റെ പൊരി, അതിൻ്റെ അംശമാണ് നമ്മൾ സ്വീകരിക്കുക. ഇപ്പോൾ 1, ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്, അത് സ്ഥിരമാണ്. 2, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന് യാതൊരു വ്യവസ്ഥകളുമില്ല. ജെറമിയ 1:5, നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ നീ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ്, തിരഞ്ഞെടുത്തതാണ്, യാതൊരു വ്യവസ്ഥകളുമില്ലാതെ. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നമ്മൾ കാണുക. വ്യവസ്ഥകളില്ല. നമുക്കാണ് വ്യവസ്ഥ. നമ്മൾ പറയും വെയിലില്ലെങ്കിൽ വരാൻ നോക്കാം, മഴയില്ലെങ്കിൽ എത്താനായിട്ട് നോക്കാം. വ്യവസ്ഥ. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുകയാണെങ്കിൽ നീ പറയുന്നത് പോലെ ഞാനും ചെയ്യാം. നമുക്കെന്തിനും വ്യവസ്ഥയാണ്. നല്ല മാർക്ക് മേടിക്കാമെങ്കിൽ നിനക്ക് ഞാൻ ഈ സമ്മാനം തരാം. വ്യവസ്ഥ. എവിടെ നോക്കിയാലും നമ്മൾ വ്യവസ്ഥ വെച്ച് പറയുന്നവരാ. ഒരു മനുഷ്യൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. മുടിയില്ലാത്ത തലയെ നോക്കിയിട്ട് ഒരാൾ പറയാം, ഓ ഒരു മുടി പോലും ഇല്ലല്ലോ, കണ്ടാൽ ചീനിച്ചട്ടിയുടെ അകം പോലിരിക്കുന്നു. നല്ല വെയിലത്ത് മുട്ട ഉടച്ച് ഒഴിച്ചാൽ ഇവിടെ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കാമല്ലോ. തലയെക്കുറിച്ച് കമൻറ്റ്. പല്ല് പൊങ്ങിയ ആളെ നോക്കി, ഇത്ര ഉന്തിയ മോണ തള്ളിയ പല്ല് ഇതുവരെ കണ്ടിട്ടില്ല, ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്താൽ ചില്ല് പോലും പൊട്ടിപ്പോകുമല്ലോ. അതുപോലാണല്ലോ പല്ല് പൊങ്ങി നിൽക്കുക, മോണ ഉന്തി നിൽക്കുക. നമ്മൾ കമൻറ്റ് പറയുന്നവരാണ് നിറത്തെക്കുറിച്ച്, വർണ്ണത്തെക്കുറിച്ച്. പക്ഷെ തമ്പുരാൻ പറയും, നീ പാപിയാണേലും എനിക്ക് വേണം, പരിശുദ്ധനാണേലും എനിക്ക് വേണം, ബലഹീനനാണേലും വേണം, ബലവാനാണേലും വേണം, രോഗിയാണേലും വേണം, ആരോഗ്യമുണ്ടെങ്കിലും വേണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു. വ്യവസ്ഥയില്ലാതെ. ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. വരുമ്പോൾ പിതാവ് എന്തെങ്കിലും വ്യവസ്ഥ വെക്കുന്നുണ്ടോ? പിതാവ് പറയുന്നത് എന്താ? മോനെ PA സോപ്പ് തെച്ച് കുളിച്ചേച്ച് വാ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ വെക്കട്ടെ. ഇല്ല. ചെളിയോടും ചേറോടും കൂടി ആ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. യാതൊരു വ്യവസ്ഥകളുമില്ലാതെ. അമ്മയും 3 വയസ്സുള്ള മോനും ഒരു നെൽപ്പാടത്തിൻ്റെ വരമ്പ് വഴി നടന്നു പോന്നു. അമ്മയെ വെട്ടിച്ച് മോൻ മുമ്പോട്ട് ഓടി പോവുക. പോകുന്ന വഴിക്ക് കാല് തെറ്റി പാടത്തിലെ ചെളിക്കകത്ത് വീണവൻ പൊങ്ങി കരിമാടിക്കൂട്ടനെ പോലെ ഉയർന്നു വന്നു. അവനെ കണ്ടപാടെ അമ്മ ഓടിച്ചെല്ലുക മോനെ എന്നും പറഞ്ഞു. മോൻ പറയുക, എൻ്റെ അമ്മേ, എൻ്റെ ദേഹം മുഴുവൻ ചെളിയാ, ഞാനിവിടെ വന്നോളാം. ചെളിയില്ലാത്ത വല്ല പിള്ളേരെയും ചെന്ന് അമ്മ കെട്ടിപ്പിടിച്ചോ? അമ്മ മാറിപ്പോവോ? ചെളിയോടെ കോരിയെടുത്ത് എൻ്റെ മോനെ എന്നും പറഞ്ഞ് അമ്മയമ്മ കൊടുക്കും. വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഈ സ്നേഹമാ ദൈവം നമുക്ക് തരിക. വ്യവസ്ഥയില്ലാത്ത സ്നേഹം നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള സ്നേഹം. പ്രസവത്തോടെ ഭാര്യ തളർന്നുപോയി. ഭർത്താവ് അവധിയെടുത്ത് അവളുടെ കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കുന്നു. ഭർത്താവിന് വണ്ടി അപകടത്തിൽ നട്ടെല്ല് തകർന്നു പോയി. ഭാര്യ രാവും പകലും അവൻ്റെ അടുക്കൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു.
ഒരു കുഞ്ഞ് കുടുംബത്തിൽ മന്ദബുദ്ധിയായിട്ട് ജനിച്ചു, അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന അമ്മ, അപ്പൻ. ഇപ്പം നമ്മളൊക്കെ കാണുന്നുണ്ട് ഈ വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഒരു പ്രതിഫലം ആഗ്രഹിച്ചല്ല, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ആകാശപ്പറവളെയും പറ്റി സംരക്ഷിക്കുന്ന ചില സ്ഥാപനങ്ങൾ, അവിടെ നമ്മൾ കണ്ടെത്തും അനാഥരെ വഴി കിടക്കുന്നവരെ പെറുകിയെടുത്ത് കുളിപ്പിച്ച് തുടപ്പിച്ച് വൃത്തിയാക്കി ജീവിതത്തിലേക്ക് തിരിച്ചുവിടുന്നു. ഒരു പ്രതിഫലം ആഗ്രഹിച്ചല്ല, ഒരു വ്യവസ്ഥയില്ല. ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം തരട്ടെ പ്രതിഫലം. ഈ ഒരു ചിന്തയാണ്. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്, അത് സ്ഥിരമാണ്. രണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. മൂന്ന്, ഇപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടു, ഒരുക്കുന്ന സ്നേഹം, അചഞ്ചലമായ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. അപ്പോൾ നമ്മൾ 3 കഴിഞ്ഞ് 4ലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ കാണും ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. എങ്ങനെ പരിപാലിക്കും? നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. നിയമാവർത്തനം 32-ൽ 10 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കൂടിനുമേൽ ചിറകിട്ടടിക്കുകയും ചിറകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മ കഴുകനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. എങ്ങനെയാ കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുക? കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിൻ്റെ മുകളിലാണ്, വൃക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ചില്ലയിലാണ്. അവിടെ ഒരു കൂട് മെനയും. എങ്ങനെയാ കൂട് മെനയുക? പുറത്ത് മുഴുവൻ മുള്ള്, അകത്ത് നല്ല പഞ്ഞി, പഴംതുണി മയമുള്ള സാധനം. അതിനകത്ത് തള്ളക്കഴുകൻ മുട്ടയിടും. 18 ദിവസം അടയിരിക്കുമ്പോൾ തോട് കൊത്തിപ്പൊട്ടിച്ച് കുഞ്ഞു കഴുകൻ പുറത്തേക്ക് വരും. വരുമ്പോൾ തള്ളക്കഴുകൻ നല്ല ഭക്ഷണം മുഴുവൻ ശേഖരിച്ച് കുഞ്ഞിന് കൊടുക്കും. കുഞ്ഞിങ്ങനെ വളരും. വളർന്നു വരുമ്പോൾ ദേഹത്തിൻ്റെ ഭാരം കൂടുമ്പോൾ സാവധാനം കുഞ്ഞ് ആ കൂടിലിരിക്കുമ്പോൾ പുറത്തെ മുള്ള് ദേഹത്തു നിന്ന് കൊള്ളാൻ തുടങ്ങും. ഇത് ഞെങ്ങി ഞെങ്ങി ഈടുകൂടി വളരും തോറും ആ സമയത്ത് തള്ളക്കഴുകൻ കുഞ്ഞിനെ കൊത്തിക്കൊണ്ട് പറക്കുന്നു, എറിയുന്നു, ചുണ്ടേന്നെറിയുന്നു, താന്നു വന്ന് പിടിക്കുന്നു, ചിറകിട്ടടിച്ചടിച്ചടിച്ച് കുഞ്ഞു കഴുകാൻ പറക്കാൻ പഠിക്കും. ഇതാണ് പരിപാലനം എന്ന് പറയുക. ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ ഓർക്കണം, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പരിപാലനയുണ്ട്. പലതും സംഭവിക്കുമ്പോൾ ഈ പരിപാലനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന പരിപാലന കണ്ടെത്തുക, അവിടെയാണ് ജീവിതത്തിൽ ദൈവാനുഭവമുള്ള വ്യക്തികളായിട്ട് മാറുക. ഒരു മനുഷ്യൻ ബോംബെയിൽ ജോലി ചെയ്യുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 ക്യാൻറ്റീനിൽ വന്ന് ഭക്ഷണം കഴിക്കും, കമ്പനി ക്യാൻറ്റീനിൽ. ഒരു ദിവസം വല്ലാതെ വിശന്നു, 11:45 വന്നു. ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിരിക്കുന്നു. അതിന് കീഴെ ഒരു കവർ. നോക്കിയപ്പോൾ വലത്തോട് വളഞ്ഞ് വളഞ്ഞ് മെല്ലിച്ച ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു അഡ്രസ്സ്. മനസ്സിലായി, ഇത് ഭാര്യയുടെ കത്ത് തന്നെയാണ്. വിശപ്പ് കൊണ്ട് തല മരയ്ക്കുക. ഏതായാലും ഭക്ഷണം വരുന്നതിന് മുമ്പ് കത്ത് വായിക്കാമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കവറങ്ങ് പൊട്ടിച്ചപ്പോൾ ഈ ഭാര്യയ്ക്കൊരു സ്വഭാവമുണ്ട്, അകത്തിയാണ് ലൈനുകൾ എഴുതത്തുള്ളൂ. അവൾ എഴുതിയിരിക്കുന്നു: പ്രിയപ്പെട്ട ചേട്ടാ, പറയുന്നതുകൊണ്ട് മനപ്രയാസം തോന്നരുത്. അടുത്ത ലൈൻ: നമ്മുടെ കുട്ടിയെ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചെന്ന് വായിച്ചതുപോലെ കൂടം കൊണ്ട് തലക്കിട്ട് അടി കിട്ടിയതുപോലെ ഇയാൾ തരിച്ചിരുന്നു, മരച്ചിരുന്നു പോയി. കണ്ണിലൊരു ഇരുട്ട്, വാർത്തയുടെ മരപ്പ്, വിശപ്പിൻ്റെ പെരുപ്പ്. ഇയാൾ പകുതി ബോധം മറിഞ്ഞ് ഊട്ടുമേശയിൽ മുഖം കുത്തി വീണു, ഈ കത്തും കൈപ്പിടിച്ചോണ്ട്. 12:30 കഴിഞ്ഞപ്പോൾ സഹപ്രവർത്തകർ ഉണ്ണാൻ വന്നപ്പോൾ ഈ മനുഷ്യൻ തണുത്തു വരങ്ങലിച്ച് കയ്യിൽ കത്തും പിടിച്ച് മേശയിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്നു. അവർ മുഖത്ത് വെള്ളം തെളിച്ചു, കയ്യിലെ കടലാസ് മേടിച്ചു. അവരൊന്ന് വിടത്തി നോക്കി. അത് കഴിഞ്ഞ് ഇയാളെ കുലുക്കി വിളിച്ചു. ഇയാൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവർ ഈ കത്തിൻ്റെ കടലാസ് വിടർത്തി കാണിച്ചു. അപ്പോൾ ഇയാൾ ഒന്നുകൂടെ നിലാവത്തഴിച്ചുകൂടെ കോഴിയുടെ പരുവത്തിൽ പരതി വായിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ചേട്ടാ, നമ്മുടെ കുട്ടിയെ ഒരു പാമ്പ് കടിച്ചു കേട്ടോ. പിന്നെ ചെറിയൊരു വിടവ്, അതിന് കീഴേ എഴുതിയിരിക്കുന്നു, പക്ഷേ സാരപ്പെട്ടില്ല, കടിച്ചത് നീർക്കോലിപ്പാമ്പായിരുന്നു. നീർക്കോലിക്കുള്ള മരുന്ന് കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ പഴയ ചൊറിയും കരപ്പനുമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനും കുഞ്ഞും വലിയ വിശേഷമൊന്നുമില്ലാതിരിക്കുന്നു. ചേട്ടൻ ഈസ്റ്ററിന് വരുമ്പം നേരിൽ കാണുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയാം, നിർത്തട്ടെ എന്ന് ചേട്ടൻ്റെ സ്വന്തം തങ്കമ്മ ഉമ്മ എന്നും പറഞ്ഞാണ് കത്തങ്ങ് തീരുക. തുടങ്ങിയത് കുട്ടിയെ പാമ്പ് കടിച്ചെന്നും പറഞ്ഞാൽ, പക്ഷെ നിർത്തുന്നത് തങ്കമ്മയുടെ ഉമ്മയായിട്ടാണ്. ജീവിതാനുഭവങ്ങൾ പലതും നമ്മളെ മുറിപ്പെടുത്തുമ്പോൾ, നൊമ്പരപ്പെടുത്തുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ആ നൊമ്പരപ്പെടുത്തുന്ന സംഭവം തന്നെ ദൈവപിതാവിൻ്റെ സ്നേഹ ചുംബനങ്ങളായിട്ട് മാറ്റാൻ പറ്റും.
അത് ദൈവത്തിൻ്റെ വഴി അതാണ്. അപ്പോൾ ജീവിതത്തിൽ ഈ ഒരു ധൈര്യം നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അവിടെ നമ്മളെ പരിപാലിക്കുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കുക, എത്രയോ മാരകമായ രോഗങ്ങളിൽ നിന്നും പരിപാലിച്ചു, വീണു പോകാമായിരുന്ന അവസരങ്ങളിൽ നിന്നും പരിപാലിച്ചു, തകർന്നു പോകാമായിരുന്ന മുഹൂർത്തങ്ങളിൽ നിന്നും പരിപാലിച്ചു. ആ പരിപാലനയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുക. ആ പരിപാലനയാണ് നമ്മൾ അനുഭവിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. എങ്ങോട്ട് നോക്കിയാലും പല വിധത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ഈ പരിപാലന ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പനമ്മമാരിൽ നിന്നും ഈ പരിപാലനയല്ലേ ലഭിച്ചത്? വെറുതെ ഓർത്ത് നോക്കുക. നമ്മളൊക്കെ ജനിച്ച സമയത്ത് അമ്മ പറയുക, മിടുക്കൻ മോൻ മിടുക്കി മോൾ, എൻ്റെ കൈകൊണ്ട് തൊടുന്ന പ്രശ്നമേ ഇല്ല, അവനും അവളും ഇഷ്ടമുള്ള ഷേപ്പിൽ വളർന്നു വന്നോട്ടെ എന്നും പറഞ്ഞ് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ഷേപ്പ് എന്തായിരുന്നു? കാട്ടുപന്നിയുടെ കൂട്ട് നീണ്ട കൂർത്ത പല്ലുമായിട്ട്, മംഗോളിയൻ വർഗത്തിൻ്റെ കൂട്ട് പതുങ്ങിയ മൂക്കുമായിട്ട്, ആരും കണ്ടാലും പേടിക്കുന്ന പ്രാകൃത രൂപങ്ങളായിട്ട് മാറുമായിരുന്നു. അമ്മയും മറ്റും നമ്മളെ പ്രാളയിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ കമഴ്ത്തി കിടത്തി, മലത്തി കിടത്തി, വയറെ തിരുമ്മി, മൂക്കേ തിരുമ്മി, പുക്കിളെ തിരുമ്മി, മോണെ തിരുമ്മി. അപ്പോഴാണ് ഈ ടൈപ്പിലുള്ള പല്ലും ഈ ഷേപ്പും ഒക്കെ നമുക്ക് കിട്ടുക. പരിപാലനം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന അധ്യാപകർ, ചികിത്സിക്കുന്ന ഡോക്ടർമാർ, കുത്തിവെക്കുന്ന നേഴ്സ്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, തുണി കണ്ടുപിടിച്ചവർ, അത് തുന്നി തന്നവർ, എത്രയോ പേരുടെ ജീവിത സുഹൃതങ്ങളുടെ ബാക്കിപത്രമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ എവിടെയും ഒരു പരിപാലന. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്, ഒരുക്കുന്ന സ്നേഹമാണ്, അചഞ്ചലമായ സ്നേഹമാണ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്, ഒപ്പം ഇത് പരിപാലിക്കുന്ന സ്നേഹമാണ്. വീണ്ടും അഞ്ചാമത്, ഇത് പദ്ധതിയുടെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിയുടെ സ്നേഹമാണ്. എങ്ങനെയുള്ള പദ്ധതി? ജെറമിയ 29:11, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതി. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ ഉറപ്പ്, എന്ത് സംഭവങ്ങളും ഓർക്കുക, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും യോഹന്നാൻ 21-ാം അധ്യായത്തിൽ മത്സ്യം പിടിച്ച് കരയ്ക്ക് കൊണ്ട് കുടഞ്ഞിട്ട് അതിൽ സന്തോഷിച്ച് നിൽക്കുന്ന പത്രോസിനോട് യോഹന്നാൻ പറഞ്ഞതെന്താ? അത് കർത്താവാണ്, അത് കർത്താവാണ്. എല്ലാറ്റിൻ്റെയും പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ആ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുക. എന്ത് സംഭവിക്കുമ്പോഴും ഓർക്കുക, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പ്ലാനുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. മുറിവുകളും നൊമ്പരങ്ങളും പ്രത്യക്ഷത്തിൽ സന്തോഷമല്ലാത്ത അനുഭവങ്ങളും വരുമ്പോൾ ഓർക്കണം, അത് ദൈവകൃപയുടെ പ്രച്ഛന്ന വേഷങ്ങളാണ്, ദൈവകൃപയുടെ പ്രച്ഛന്ന വേഷങ്ങളാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൽ എന്ത് വരുമ്പോൾ ഓർക്കുക, അത് കർത്താവിൻ്റെ കരങ്ങളാണ്, അത് കർത്താവിൻ്റെ ഇടപെടലാണ്. ഈ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക, അത് കർത്താവാണ്. എന്ത് സംഭവിക്കുമ്പോഴും ഒരു പദ്ധതിയുണ്ട് അതിൻ്റെ പുറകിൽ. ഒരുപക്ഷേ ദാരുണമായൊരു മരണമാകാം, വലിയൊരു വിപത്താകാം, വലിയൊരു ദുരന്തമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ പുറകിൽ വിശ്വസിക്കുന്നവർ കണ്ടെത്തും ഒരു വലിയ പദ്ധതി, ദൈവം ഇടപെടുന്നൊരു പദ്ധതി, ദൈവം കരുതുന്ന ഒരു പദ്ധതി. അവസാനമായി, ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. ഓർത്ത് നോക്കുക, എത്രയോ വ്യക്തിപരമായിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുക. അതല്ലേ യേശു ഓരോ വ്യക്തിയെയും പേര് ചൊല്ലിയാണ് വിളിക്കുക. ഉത്ഥിതൻ വിളിച്ച വാക്കെന്താ? വ്യക്തിപരമായിട്ട് മറിയം. അങ്ങനെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു റബ്ബോനി. അവൻ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ലൂക്കാ 12 പറയുന്നു, നിന്റെ തലയിലെ ഓരോ മുടിനാരും ഞാൻ എണ്ണിയിരിക്കുന്നു. വ്യക്തിപരമായിട്ട്. അപ്പം വളരെ വ്യക്തിപരമായിട്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ എല്ലാം കണ്ണൊരിടത്ത്, മൂക്കൊരിടത്ത്, ചെവി ഒരിടത്ത്, ചൊടി ഒരിടത്ത്. പക്ഷെ ഒരാളെ പോലെ മറ്റൊരാളില്ലല്ലോ. തികച്ചും വ്യത്യസ്തരാണ് നമ്മൾ ഓരോരുത്തരും. വ്യക്തിപരമായിട്ട് ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. തികച്ചും വ്യത്യസ്തരാണ്. ചില ആൾക്കാർ വേർത്താൽ ഉപ്പ് വിളയും, ചിലർ വേർത്താൽ ഒന്നും വിളയാനില്ല. ചിലർ വേർത്താൽ ദുർഗന്ധം, ചിലർ വേർത്താൽ സുഗന്ധം, ചിലർ വേർത്താൽ ന്യൂട്രൽ, ഒരു മണവും ഇല്ലാത്ത അവസ്ഥ. വീട്ടിലെ അപ്പനും പള്ളിയിലെ അച്ഛനും കൂടെ വീട്ടിലേക്ക് കയറി വരുന്നു. കയറി വരുമ്പോൾ വീട്ടിലെ പട്ടി കുരച്ചുകൊണ്ട് കടിക്കാൻ ചാടിച്ചെന്നു. അപ്പനിട്ടല്ല, പള്ളിയിലെ അച്ഛനിട്ട്. ഉടനെ വീട്ടുകാർ പറഞ്ഞു, ഇച്ഛപ്പെട്ടി ഇങ്ങോട്ട് വാ, നമ്മുടെ അച്ഛനല്ലേ. പട്ടി അങ്ങോട്ട് പോയി. പിന്നെയും പട്ടിക്ക് സംശയം, നമ്മുടെ തന്നെ ആളാണോ? ഒന്നുകൂടെ വന്ന് പട്ടി മണപ്പിച്ച് നോക്കും. കാരണം പട്ടിക്കറിയാം, പള്ളിയിലച്ഛൻ്റെ മണം ഒന്ന്, വീട്ടിലെ അപ്പൻ്റെ മണം വേറൊന്ന്. അലക്കാഞ്ഞിട്ടും കുളിക്കാഞ്ഞിട്ടുമല്ല, ഓരോ ദേഹത്തും ഒരു മണം തന്നെ വ്യത്യാസമുണ്ട്. കൈവിരൽ
ചില ആൾക്കാർ വിരൽ ചേർത്ത് പിടിച്ചാൽ നടുക്ക് വിശാലമായ ഒരു വിടവ് കിടക്കും. നമ്മൾ പറയും, അയ്യോ പാവം, ഒരു കാശ് പോലും കയ്യിലിരിക്കുകയില്ല, മുഴുവൻ ചോർന്നു പോകുമല്ലോ. ചില ആൾക്കാർ വിരൽ ചേർത്ത് പിടിച്ചാൽ സിമെൻറ്റ് പൂശിയതുപോലെ മലബാർ സിമെൻറ്റ്, ശങ്കർ സിമെൻറ്റ്, ACC സിമെൻറ്റ്, ചെട്ടിനാട് സിമെൻറ്റ്, സകല സിമെൻറ്റും കൂടെ ഒരു കയ്യെ പൂശിയതുപോലെ മുട്ടുസൂചി മണിക്ക് പോലും കടക്കാൻ ഇടയില്ല. നമ്മൾ പറയും, പിശുക്കൻ പിശുക്കി ഒരു കാശ് പോലും ചിലവാക്കത്തില്ലല്ലോ. ഇനി കയ്യിലെ രേഖകൾ വ്യത്യാസമല്ലേ? രേഖകൾ വ്യത്യാസം എത്രയോ വ്യത്യസ്തമായിട്ടാണ് മനുഷ്യൻ്റെ കൈരേഖയും മറ്റും ഇരിക്കുക. എല്ലാ കയ്യിലെയും രേഖ ഒരുപോലെയാണെങ്കിൽ പാവപ്പെട്ട കൈനോട്ടക്കാരൻ്റെ വയറ്റിപ്പഴപ്പ് എങ്ങനെ നടക്കും? കൈനോട്ടക്കാരൻ കയ്യെ പിടിച്ച് നോക്കിയിട്ട് പറയും, ചേട്ടാ ചേച്ചി കൊള്ളാവല്ലോ, സകലമാന രേഖയും ഞാൻ ഇവിടെ തന്നെ കാണുന്നു. ആയുർരേഖ, വിദേശരേഖ, സാമ്പത്തിക രേഖ, ആരോഗ്യരേഖ, ധനരേഖ, ഭൂമധ്യരേഖ, എല്ലാ രേഖയും ഞാൻ ഇവിടെ തന്നെ കാണുന്നു. സകല മണ്ഡലങ്ങളും മോശമാണല്ലോ. വ്യാഴം കമന്ന് കിടക്കുന്നു, വെള്ളി മലന്ന് കിടക്കുന്നു, ശനി കുനിഞ്ഞു നിൽക്കുന്നു, ഞായർ ഞെളിഞ്ഞു നിൽക്കുന്നു. ഇത്രയും ഭാഗത്താണ് പ്രകടനവും മറ്റും വരിക. ഒരു 4 വർഷം മുമ്പ് വരെ ഞാൻ ഓർക്കുമായിരുന്നു, ചൈനക്കാരും കൊറിയക്കാരും ജപ്പാൻകാരും എങ്ങനെ ജീവിത പങ്കാളിയെ തിരിച്ചറിയും. എല്ലാവരെയും കണ്ടാൽ ഒരു പരന്ന മുഖം, ചളുങ്ങിയ മൂക്ക്, ഒരുപോലെ ഇരിക്കുന്നു. ഏഷ്യാഡും മറ്റും വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഒരേ ടൈപ്പ്. ഞാൻ 4 വർഷം മുമ്പ് സിംഗപ്പൂരിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് മനസ്സിലായത് വ്യത്യാസം. ചൈനക്കാരാണോ കണ്ണിന് ചുറ്റും മഞ്ഞ നിറം കൂടുതൽ, കൊറിയക്കാരാണോ പുരികത്തിൻ്റെ അറ്റം അല്പം പൊങ്ങി നിൽക്കും, ജപ്പാൻകാരാണോ അറ്റം അല്പം വളഞ്ഞു നിൽക്കും. ഒരു ചെറിയ വ്യത്യാസം എല്ലാവർക്കും വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ദൈവം വെച്ചിട്ടുണ്ട്. TV യിലും മറ്റും ഇന്ന് വാരഫലം പറയുന്നവരെ കണ്ടിട്ടില്ലേ? നക്ഷത്രഫലങ്ങൾ പറയും. അവരും മറ്റും പറയുന്നത് എന്താ? ഭരണി നാളിൽ പിറന്ന പെണ്ണുങ്ങളെല്ലാം അടുത്ത ആഴ്ചയിൽ മാങ്ങ ഉപ്പിലിടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു നക്ഷത്രം പോലെ നക്ഷത്രമില്ല, മുഖം പോലെ മുഖമില്ല, കൈരേഖ പോലെ കൈരേഖയില്ല. ദൈവത്തിൻ്റെ വ്യക്തിപരമായ കരുതൽ നമുക്കൊക്കെയുണ്ട്. അവിടുന്ന് പറയുന്നു, യേശയ്യ 59 1 മുതൽ വാക്യങ്ങളിൽ, രക്ഷിക്കുവാനാകാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. എപ്പോഴും ഈ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ് നമുക്കായിട്ട് തരിക, ദൈവസ്നേഹത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ. അതുകൊണ്ടാണല്ലോ പറയുക, വിശുദ്ധ വേദപുസ്തകത്തിൽ 82% വചനങ്ങൾ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ്. ദൈവസ്നേഹ അനുഭവത്തിൻ്റെ വചനങ്ങളാണ് 82% വചനങ്ങൾ. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, നിന്റെ കർത്താവായ ദൈവം നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ലോകാവസാനം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഈ ഉറപ്പുകൾ ദൈവം നമുക്ക് തരികയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ, അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാകാം, മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിലാകാം, സ്നേഹബന്ധങ്ങളിലാകാം, സുഹൃത്ത് ബന്ധങ്ങളിലാകാം, നമ്മളെവിടെ ആയിക്കോട്ടെ, ആയിരിക്കുന്നിടത്ത് ഈ ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഈ ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനും നമ്മൾ അനുഭവിക്കുന്ന ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമുക്കൊക്കെ കഴിയണം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഓടി നടന്നു പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവസ്നേഹത്തെ അനുഭവിച്ച സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ. ഇതാരും പറഞ്ഞു തരേണ്ടതല്ല, പറഞ്ഞു കേൾക്കേണ്ടതല്ല, അനുഭവിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു നാഗപ്പൂർ ഓറഞ്ചിൻ്റെ 12 അല്ലികൾ നിങ്ങൾക്കാർക്കും ഒന്നും തരാതെ മുഴുവൻ ഞാൻ കഴിച്ചിട്ട് ചോദിക്കുക, സഹോദരന്മാരെ, ഞാൻ ഇപ്പോൾ കഴിച്ച ഓറഞ്ചിന് മധുരമാണോ പുളിയാണോ? അച്ഛനായതുകൊണ്ട് നിങ്ങൾ സഹിക്കും, അല്ലെങ്കിൽ ചെരിപ്പേ കസേര ജോഡി ജോഡിയായിട്ട് പറക്കും. ഒരല്ലി തന്നിട്ട് വേണം ചോദിക്കാൻ, ഇതിന് മധുരമാണോ പുളിയാണോ? ദൈവസ്നേഹത്തെ അനുഭവിക്കുക, അനുഭവിച്ച ദൈവസ്നേഹത്തെ ലോകത്തിന് പകർത്തു കൊടുക്കുക. അങ്ങനെ സ്നേഹമായി, സ്നേഹം കൊടുത്ത് സ്നേഹിക്കുന്ന സമൂഹമായി ദൈവത്തിൽ നമുക്ക് വളരാം. ഒരു സ്നേഹ സമൂഹമായി ലോകത്തിൽ നമുക്ക് പടർന്നു കയറാം. അതിന് ദൈവസ്നേഹ അനുഭവത്താൽ നാം ഓരോരുത്തരും പൂരിതരായി തീരട്ടെ. പൗലോസ്ലീഹ പറയുന്നു, എഫേസ്യസ് ലേഖനം 1-ാം അധ്യായം, അറിവിനെ അതിലംഘിക്കുന്ന ദൈവസ്നേഹത്താൽ നിങ്ങൾ പൂരിതരായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും പരപ്പും അളക്കുവാൻ, അറിവിനെ അതിലംഘിക്കുന്ന ദൈവസ്നേഹത്താൽ പൂരിതരായി തീരുവാൻ നമുക്കിടയാകട്ടെ. ആ ദൈവസ്നേഹ അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ആ ദൈവസ്നേഹ അനുഭവത്തിൽ ഓരോ ദിവസവും നമുക്ക് പടിപടിയായി വളരുകയും ചെയ്യാം.